പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LDC 2024 പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളൊരു റിവിഷൻ ടെസ്റ്റാണിത്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നിങ്ങനെയുള്ള സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2 ചാപ്റ്ററുകളാണ് റിവിഷൻ ടെസ്റ്റിനായിട്ട് എടുത്തിട്ടുള്ളത്. 30 ചോദ്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. കട്ട് ഓഫ് ആയിട്ട് നമുക്ക് 25 മാർക്ക് എടുക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഉത്തരം 1664. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങളെന്ന് അറിയപ്പെട്ടത്. ഇതിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? ഉത്തരം ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഉത്തരം ഇട്ടി അച്യുതൻ. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം സത്താറ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഏതാണ്? ഉത്തരം സൂററ്റ്. അടുത്ത ചോദ്യം, കോട്ടപ്പുറം കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടപ്പുറം കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തൃശ്ശൂർ ജില്ലയിലാണ് കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ വന്ന വർഷം. വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ വന്ന വർഷം. ഉത്തരം 1502. അടുത്ത ചോദ്യം, പൈനാപ്പിൾ, പേരക്ക, പപ്പായ എന്നീ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പൈനാപ്പിൾ, പേരക്ക, പപ്പായ എന്നീ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ, പപ്പായ, പേരക്ക തുടങ്ങിയ കാർഷിക വിളകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1741. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഉത്തരം 1600. അടുത്ത ചോദ്യം, സെൻറ്റ് ആഞ്ചലോ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻറ്റ് ആഞ്ചലോ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വെല്ലസി പ്രഭു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഉത്തരം 1602. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം റോബർട്ട് ക്ലൈവ്. വാസ്കോ ഡ ഗാമ വൈസ്രോയായി ഇന്ത്യയിൽ വന്ന വർഷം. വാസ്കോ ഡ ഗാമ വൈസ്രോയായി ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1524 വാസ്കോ ഡ ഗാമ വൈസ്രോയായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. പറങ്കി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? പറങ്കി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? ഉത്തരം പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത്. അച്ചടി യന്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? അച്ചടി യന്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ബക്സർ യുദ്ധം നടന്ന വർഷം. ബക്സർ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1764 ബക്സാർ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരാജയത്തിന് ശേഷം ബഹദൂർ ഷാ സഫറിനെ എവിടേക്കാണ് നാടുകടത്തിയത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരാജയത്തിന് ശേഷം ബഹദൂർ ഷാ സഫറിനെ എവിടേക്കാണ് നാടുകടത്തിയത്? ഉത്തരം റംഗൂൺ.
കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചത്? കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചത്? ഉത്തരം തിരൂർ ബേപ്പൂർ. അടുത്ത ചോദ്യം, കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ്? കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ്? ഉത്തരം നാനാ സാഹിബ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ്? ഉത്തരം വാൻ റീഡ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1853. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അഹമ്മദ് നഗറിൽ കലാപത്തിലേർപ്പെട്ട ഗോത്രവർഗം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അഹമ്മദ് നഗറിൽ കലാപത്തിലേർപ്പെട്ട ഗോത്രവർഗം ഏതാണ്? ഉത്തരം കോലികൾ. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ്? കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ്? ഉത്തരം നാനാ സാഹിബ്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ടിപ്പു സുൽത്താനുമായുള്ള ഏത് ഉടമ്പടിയുടെ ഭാഗമായാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ടിപ്പു സുൽത്താനുമായി ഉള്ള ഏത് ഉടമ്പടിയുടെ ഭാഗമായാണ്? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. 30 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.